ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തില് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ഇൻഡെക്സ് നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏർണിംഗ്സ് ഗ്രോത്ത് സ്ലോ ആയത്, അതുപോലെ ഹൈ വാല്യൂഷൻ നിലനിൽക്കാത്തതുകൊണ്ട് സ്മോൾ ക്യാപ്പിൽ കറക്ഷൻ സംഭവിച്ചുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു മോശം ഘട്ടത്തിൽ പോലും ചില സ്മോൾ ക്യാപ് സ്റ്റോക്സ് ബ്രേക്ക് ഔട്ട് നൽകിക്കൊണ്ട് ഓൾ ടൈം ഹൈ എത്തിയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെയുള്ള 3 ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ് ആയിരിക്കും സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ ഇവരുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് വന്ന് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ആണ്. സെപ്റ്റംബർ 2024 സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് സെല്ലിംഗ് വന്നു, പിന്നെ അത് റിക്കവറി ആയി. അതുപോലെ ഓഗസ്റ്റ് 2025 സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് നൽകി. ഇപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 6415 താഴെ പോയാൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആയിരിക്കും. ഇനി നമുക്ക് ഇവരുടെ ബിസിനസ് മോഡൽ ഒന്ന് മനസ്സിലാക്കാം. ഓട്ടോമൊബൈൽസ് അതിൽ ഇൻഡസ്ട്രിയൽ മെഷീൻസിനായിട്ട് ക്രിട്ടിക്കൽ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ഇവര്. അപ്പൊ കമ്പനിയുടെ പ്രവർത്തനം 3 ഏരിയയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പവർ ട്രെയിൻ പാർട്സ്, അലുമിനിയം പ്രൊഡക്ട്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്. അപ്പൊ കമ്പനി ഇവിടെ അവരെല്ലാ പാർട്സും ഇൻഹൗസ് ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ത്യയിൽ 9 സ്റ്റേറ്റ്സിലായിട്ട് 24 ഫാക്ടറീസും അതിൽ ജർമ്മനിയിൽ ഒരു പ്ലാന്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ ക്വാളിറ്റിയും സ്കെയിലും ഇവിടെ സ്ട്രോങ് ആണ്. അപ്പൊ ഈ ഒരു പാർട്സ് എല്ലാം പല സെക്ടേഴ്സിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ കാർസ്, ട്രക്സ്, 2 വീലേഴ്സ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്, പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം, ജെൻ സെറ്റ്സ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതുപോലെ വെയർ ഹൗസിംഗിലേക്ക്. ഇപ്പോൾ Q2 FY26 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 65% വളർന്ന് 2002 കോടിയായി. അപ്പൊ ഇതിന് മെയിൻ കാരണം അലുമിനിയം പ്രൊഡക്ട് ബിസിനസ്സിൽ സ്ട്രോങ് ഗ്രോത്ത് ആണ്. അതുപോലെ DR ആക്സിയോൺ പോലത്തെ അക്വയർ ചെയ്ത യൂണിറ്റ്സ് എന്നുള്ള ഹയർ കോൺട്രിബ്യൂഷൻ ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 302 കോടിയിൽ നിന്നു, എന്നാൽ മാർജിൻ 16% 15%ലേക്ക് വന്നു. അപ്പൊ ഇവിടെ മാർജിൻ പ്രഷർ വന്നത് മെയിൻ ആയിട്ട് സൺബീം പോലത്തെ ലോ മാർജിൻ ബിസിനസിന്റെ കൺസോൾട്ടേഷനിൽ നിന്നാണ്. ഇൻട്രസ്റ്റ് കോസ്റ്റ് 41 കോടിയിൽ നിന്ന് 77 കോടിയിലേക്ക് കൂടി. കാരണം ഇവിടെ അക്വിസേഷനായിട്ട് കൂടുതൽ പണം എടുത്തു, അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഇത് കാരണം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 5.1% നിന്ന് 4.5% കുറഞ്ഞു. ഇനി നമ്മളിവിടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത കുറച്ച് വർഷത്തിൽ ക്രാഫ്റ്റ്സ്മാൻ ഏകദേശം 1000 കോടി അവരുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ മാനേജ്മെന്റ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്ന അവർ എല്ലാ പ്രോജക്റ്റിനും 20% പ്രീ ടാക്സ് ROC നൽകണം എന്നാണ്. അതിൽ പൊതുവേ ഇവിടെ റവന്യൂ ബെനിഫിറ്റ് അടുത്ത 2 മുതൽ 3 വർഷം കഴിയുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് വിസിബിൾ ആവും. ഇപ്പൊ ഡേറ്റാ സെന്റർ സ്പേസ് സ്ട്രോങ് ഓപ്പർച്യൂണിറ്റി കമ്പനി കാണുന്നുണ്ട്. കൊട്ടാവാടി ഫൗണ്ടറി അതിൽ ജർമ്മൻ സബ്സിഡറി ഒന്നിച്ച് വലിയ ഡേറ്റാ സെന്റർ എഞ്ചിൻസിനായിട്ട് കാസ്റ്റിംഗ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2029-30 ആകുമ്പോഴേക്കും ഈ ഒരു ബിസിനസ്സിൽ നിന്ന് $100 മില്യൺ റവന്യൂ നേടാനാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇതിൽ പകുതി ഓർഡർ ബുക്ക് ഓൾറെഡി സെക്യൂർഡ് ആണ്. ഇനി നമ്മൾ ഇവരുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ 2025 ഫൈനാൻഷ്യൽ കഴിഞ്ഞുള്ള 6 മാസത്തിലധികം കമ്പനിയുടെ ഷോർട്ട് ടേം ബോറോയിൻസ് 402 കോടിയിൽ നിന്ന് 1113 കോടി വരെ കൂടി. അതുപോലെ ലോങ് ടേം ബോറോയിൻസും നല്ലപോലെ ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പൊ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 2025 ഫൈനാൻഷ്യൽ 3.5x നിന്ന് 2025 ഫൈനാൻഷ്യൽ 2.2x ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹാഫ് ഇയർ എൻഡിംഗ് ഫൈനാൻഷ്യൽ 2024 2.5x ആയിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ച് കൺസേണിംഗ് ആണ് ഇവിടെ. ബോറോയിങ്സ് ഇവിടെ കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഹെവി കാപ്പെക്സ് ആണ്. അപ്പൊ ഇത് കൂടുതലും കടം എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസിലും വിസിബിൾ ആണ്. അപ്പൊ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് 179 കോടിയിൽ നിന്ന് 453 കോടിയായിട്ട് കൂടി. അതേസമയത്ത് ഫിക്സഡ് അസറ്റ്സ് ഏകദേശം 1.5 ഇരട്ടി കൂടി. അപ്പൊ മാനേജ്മെന്റ് പറയുന്നത് സൺബീം അതുപോലെ ക്രാഫ്റ്റ്സ്മാൻ ഗ്രൂപ്പിന്റെ ഡെറ്റ് കുറയ്ക്കാനായിട്ട് ജാനുവരി 2026 മുതൽ അവരുടെ ലാൻഡ് പ്രോപ്പർട്ടി വിൽക്കാനുള്ള പ്രോസസ്സ് തുടങ്ങുമെന്നാണ്. എന്നാലും നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇവരുടെ ബോറോയിങ് ട്രെൻഡ് ഇവിടെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോ 2025 ഫൈനാൻഷ്യൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 513 കോടിയിൽ നിന്ന് 283 കോടിയായിട്ട് കുറഞ്ഞു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതേസമയത്ത് റിസീവബിൾസും ഇൻവെന്ററിയും പ്രഷർ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇവിടെ പേയബിൾസിൽ സപ്പോർട്ട് കാരണം പാർഷ്യലി ഇത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ CFO ബൈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2024 ഫൈനാൻഷ്യൽ 152% നിന്ന് 2025 ഫൈനാൻഷ്യൽ 140% കുറഞ്ഞു. അതിൽ ഹാഫ് ഇയർ എൻഡിംഗ് ഫൈനാൻഷ്യൽ 2024 CFO നെഗറ്റീവായി. മെയിൻലി റിസീവബിൾസ് അതിൽ ഇൻവെന്ററി കൂടിയതുകൊണ്ടാണ്. ഇനി നമ്മളിവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കിയാൽ 2021 മുതൽ പ്രൊമോട്ടേഴ്സ് അവരുടെ ഹോൾഡിംഗ്സ് കുറയ്ക്കുന്നുണ്ട് 59% 48%ലേക്ക്. അതേസമയത്ത് ഈ ഒരു സെയിം പീരീഡിൽ FIs മുതൽ DIs അവരുടെ ഹോൾഡിംഗ്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ട്രെൻഡ് ഇവിടെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇവിടെ റിസ്ക് നോക്കുമ്പോൾ കമ്പനിയുടെ ബിസിനസ് ഹൈലി ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. അതുപോലെ നല്ല വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ളതുമാണ്. ഇപ്പൊ ഇൻവെന്ററി അതൊരു റിസീവബിൾ സൈക്കിൾ ലോങ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ പ്രഷറിലാവാം ഇവിടെ. പ്രത്യേകിച്ച് സ്ലോ ഡൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ക്യാപെക്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സ്ട്രെച്ച് ആയ ഡെറ്റ് അതിൽ ഫൈനാൻഷ്യൽ റിസ്ക് ഇവിടെ കൂടാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റോക്ക് വരുന്നത് ഉഷ മാർട്ടിൻ ആണ്. ജൂലൈ 2024 അതിൽ ഒക്ടോബർ 2024 440 എന്ന ലെവലിന്റെ അടുത്ത് സ്റ്റോക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. പിന്നെ പ്രൈസ് ചെറുതായിട്ട് ഇടിഞ്ഞു. എന്നാൽ സെപ്റ്റംബർ 2025 ഹൈ വോളിയത്തോടെ സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് നൽകി. അപ്പോൾ ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു റീടെസ്റ്റ് ഉണ്ടായി. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. അപ്പൊ ഇത് സ്ട്രെങ്ത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ 410 താഴെ പോയാൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി നമ്മൾ ഇവരുടെ ബിസിനസ് മോഡൽ നോക്കുമ്പോൾ ഉഷ മാർട്ടിൻ ഒരു ഗ്ലോബൽ ലീഡർ ആണ്.
അതിൽ ഇന്ത്യയിലെ സ്പെഷ്യാലിറ്റി വയർ ഓഫ് സൊല്യൂഷനിലെ നമ്പർ 1 പ്രൊവൈഡറാണ്. അപ്പോൾ കമ്പനിക്ക് ഒരു സ്ട്രോങ് ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. 75-ലധികം രാജ്യങ്ങളിലേക്ക് അവർ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവരുടെ വയർ ഓഫ് എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ഓയിൽ ആൻഡ് ഓഫ് ഷോർ, ക്രെയിൻസ്, ഓട്ടോമോട്ടീവ്, എലിവേറ്റേഴ്സ്, യൂട്ടിലിറ്റീസ്, മൈനിങ്, അതുപോലെ ഫിഷിംഗ് പോലത്തെ ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സിലേക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇവരുടെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ Q2 FY26 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 1.9% മാത്രമേ ഇവിടെ കൂടിയിട്ടുള്ളൂ, 908 കോടിയിലേക്ക്. കാരണം റോപ്പ് അതിലെ LRPC സെഗ്മെന്റിൽ വോളിയം സോഫ്റ്റ് ആയിട്ട് നിന്നതുകൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇയർ ഓവർ ഇയർ 7.5% കൂടി 173 കോടിയായി. അതിൽ മാർജിൻ 100 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് 19%. മെയിൻലി ബെറ്റർ പ്രൊഡക്റ്റ് മിക്സ് കാരണമാണ്. ഇപ്പോൾ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് കണ്ടു, പക്ഷേ ടോപ്പ് ലൈൻ അതിൽ ബോട്ടം ലൈൻ രണ്ട് ഫ്ലാറ്റ് ആയിട്ട് തന്നെ നിന്നു. ഇനി നമ്മൾ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ കമ്പനി ഏകദേശം 300 മുതൽ 350 കോടി ആനുവലി കാപെക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. മെയിൻലി റോപ്പ് കപ്പാസിറ്റി അതിൽ വാല്യൂ ആഡഡ് വയസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ്. ഇത് മെയിൻലി ഇന്റേണൽ ക്യാഷ് ഫ്ലോയിനാവും ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി അവരുടെ ബോറോയിങ്സ് 2016 ഫൈനാൻഷ്യലിൽ 4472 കോടിയിൽ നിന്ന് ഹാഫ് ഇയർ എന്നീ ഫൈനാൻഷ്യൽ 2024 ജസ്റ്റ് 264 കോടിയിലേക്ക് കുറച്ചിട്ടുണ്ട്. ഹാഫ് ഇയർ എന്നീ ഫൈനാൻഷ്യൽ 2024 കമ്പനി ഏകദേശം 157 കോടി ഡെറ്റ് ഇന്റേണൽ ക്യാഷ് ഫ്ലോ വഴി തിരിച്ചടച്ചിട്ടുണ്ട്. 2025 ഫൈനാൻഷ്യലിൽ CFO ബൈ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഓൾമോസ്റ്റ് 104% ഫ്ലാറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഹാഫ് ഇയർ എന്നീ ഫൈനാൻഷ്യൽ 2026 ഇൻവെന്ററിയുടെ സപ്പോർട്ടോടെ 158% ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ റിസ്ക് നോക്കുകയാണെങ്കിൽ കമ്പനി സ്റ്റീൽ വയർ റോഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ സ്റ്റീൽ പ്രൈസ് ഇവിടെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ വില കൂടുവാണെങ്കിൽ കോസ്റ്റ് ഇവിടെ കൂടും. അപ്പൊ ഇത് മാർജിനിൽ പ്രഷർ വരുത്താം. അപ്പോൾ കമ്പനി ഇവിടെ ഏകദേശം 58% റവന്യൂ ഓവർസീസിനാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി ഫോറക്സ് മൂവ്മെന്റിലേക്ക് എക്സ്പോസ്ഡ് ആണ്. സ്ട്രോങ് ഫോറിൻ കറൻസി റിയലൈസേഷൻ മാർജിൻ ഇവിടെ ബാധിക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്ക് എന്ന് ഇന്ത്യ സിമെന്റ്സ് ആണ്. ജൂലൈ 2024 385 സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ജാനുവരി 2025 ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, എന്നാൽ ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയി. എന്നാൽ സെപ്റ്റംബർ 2025 സ്ട്രോങ് ക്യാനിലൂടെ സ്റ്റോക്ക് ഫൈനലി ബ്രേക്ക് ഔട്ട് ആയി. അതിലിപ്പോൾ സെയിം ബ്രേക്ക് ഔട്ട് സോണിന്റെ അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുള്ളിഷ് ക്യാനിൽ ഫോം ചെയ്തുകൊണ്ട്. എന്നാൽ 372 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. അപ്പം ഈ ഒരു ക്വാർട്ടറിൽ ചില വലിയ ഫണ്ട് ഹൗസ് ഈ ഒരു കമ്പനി സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് കോട്ടക് മഹീന്ദ്ര ട്രസ്റ്റ് 3.85%, അതിൽ SBI മിഡ് ക്യാപ് ഫണ്ട് ഏകദേശം 1.94%. അപ്പോൾ കമ്പനി ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിമെന്റ് പ്ലെയർ ആണ്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയ സ്ട്രക്ചർ ചേഞ്ച് വന്ന് ഡിസംബർ 2024 അൾട്രാടെക് സിമെന്റ്സ് ഇന്ത്യ സിമെന്റ്സിന് അക്വയർ ചെയ്തപ്പോഴാണ്. 2025 അവസാനത്തോടെ അൾട്രാടെക്കിന്റെ ഷെയർ ഹോൾഡിംഗ് 81.49% ആയിരുന്നു. അതിപ്പോ 75.6% ഓപ്പറേഷണൽ ഫുട് പ്രിന്റ് നോക്കുമ്പോൾ കമ്പനിയുടെ മെയിൻ ആയിട്ട് സൗത്ത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വരുന്നതാണ് തമിഴ്നാടു, തെലങ്കാന, അതുപോലെ ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇതിന്റെ ഒപ്പം രാജസ്ഥാനിലെ ഇന്റഗ്രേറ്റഡ് സിമെന്റ് യൂണിറ്റ്. അപ്പൊ നമ്മൾ കുറച്ച് മെയിൻ മെട്രിക്സ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സിമെന്റ് ഡൊമസ്റ്റിക് ഗ്രേ സിമെന്റ് റിയലൈസേഷൻസ്, അതായത് 1 ടൺ സിമെന്റ് സെയിൽ ചെയ്തപ്പോൾ കമ്പനിക്ക് കിട്ടുന്ന നെറ്റ് പ്രൈസ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ Q2 FY26 പെർ മെട്രിക് ടൺ 4563 രൂപയായിട്ട് നിന്നു. അപ്പൊ ഇത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ 3% കുറഞ്ഞു. എന്നാൽ ഇയർ ഓവർ ഇയർ ബേസിസിൽ 8% ഗ്രോത്ത് ഉണ്ടായി. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പ്ലാന്റ് മാക്സിമം ആനുവൽ സിമെന്റ് പ്രൊഡക്ഷൻ കാപ്പബിലിറ്റി 2026 ഫൈനാൻഷ്യലിൽ 14.75 MTP ആയിരുന്നു. Q2 FY26 കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ 65% ഇംപ്രൂവ് ആയി. Q1 FY26 വെച്ച് നോക്കുമ്പോൾ ഏകദേശം 400 ബേസിസ് പോയിന്റ് റിക്കവറിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ Q2 FY26 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 9% വളർന്നു. അപ്പൊ ഇതിന് കാരണം ഡൊമസ്റ്റിക് സെയിൽസ് വോളിയം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 11.9% കൂടിയതാണ്. അതിൽ ഡൊമസ്റ്റിക് ഗ്രേ സിമെന്റ് റിയലൈസേഷനിൽ 8% ഇയർ ഓവർ ഇംപ്രൂവ്മെന്റ് കാരണമാണ്. അപ്പൊ ഈ ഒരു സെയിം പീരീഡിൽ എക്സ്പെൻസ് 13% ഇടിഞ്ഞു. മെയിൻലി ലോജിസ്റ്റിക്സ്, പവർ, അതിൽ ഫ്യൂൽ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ലോജിസ്റ്റിക് കോസ്റ്റ് പെർ ടൺ 24% കുറഞ്ഞു, പവർ കോസ്റ്റ് 11% കുറഞ്ഞു, അതിൽ ഫ്യൂൽ കോസ്റ്റ് 19% കുറഞ്ഞു. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റിനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം കമ്പനി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ഇവിടെ മാറി. ഓപ്പറേറ്റിംഗ് മാർജിൻ നെഗറ്റീവ് 15.9% 7.3% ഇവിടെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറഞ്ഞതും അതുപോലെ തന്നെ അതർ ഇൻകം കൂടിയത് വഴി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റിനെ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി കമ്പനിക്ക് ഒരു പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ മാനേജ്മെന്റ് ഫോക്കസ് 2027 ആവുമ്പോഴേക്കും എബിറ്റ പെർ ടൺ 1000-ലധികം കൂട്ടാനായിട്ടാണ്. കൂടാതെ കമ്പനി 1592 കോടിയുടെ ഒരു കാപെക്സ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വെച്ച് പ്രൊഡക്ഷൻ സ്ലോ ആവുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, പവർ കോസ്റ്റ് കുറയ്ക്കാൻ, അതുപോലെ ഓവറോൾ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പനി ഗ്രീൻ പവർ ഷെയർ കൂട്ടാനായിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2025 ഫൈനാൻഷ്യലിൽ 5% 2028 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്ക് 80%. കൂടാതെ 2.4 MTPA ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ ചെന്നൈ, അതിൽ രാജസ്ഥാൻ പ്ലാൻസിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 422 കോടി ഇൻവെസ്റ്റ്മെന്റോടെ. അപ്പോൾ ഇതുവഴി ടോട്ടൽ കപ്പാസിറ്റി 14.5 MTPയിൽ നിന്ന് 17.5 MTP ആയിട്ട് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മാനേജ്മെന്റ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്
ഈ ഒരു എക്സ്പാൻഷൻ വഴി 20% റിട്ടേൺസ് നേടാൻ വേണ്ടി സാധിക്കുമെന്നാണ്. ഇനി നമ്മൾ ഇവരുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ 2024 ഫൈനാൻഷ്യലിനെ വെച്ച് നോക്കുമ്പോൾ 2025 ഫൈനാൻഷ്യലിൽ ടോട്ടൽ ബോറോയിങ്സ് 56% ഇടിഞ്ഞു. ലോങ് ടേം ബോറോയിങ്സ് 25% ഇടിഞ്ഞു. അതിൽ ഷോർട്ട് ടേം ബോറോയിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 92% ഇടിഞ്ഞു. അപ്പൊ ഡയറക്ട് ബെനിഫിറ്റ് P&L വിസിബിൾ ആണ്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് 66% ഇവിടെ കുറഞ്ഞു. ഇനി നമ്മൾ ഇവരുടെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ 2024 ഫൈനാൻഷ്യലിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ 2025 ഫൈനാൻഷ്യലിൽ പേബിൾസ് കുറഞ്ഞത്, റിസീവബിൾ ഇൻഫ്ലോ കുറഞ്ഞത്, അതുപോലെ ഇൻവെന്ററി റിലീസ് കുറഞ്ഞതുകൊണ്ട് നെഗറ്റീവ് CFOയ്ക്ക് അത് കാരണമായി. ഇപ്പൊ ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 റിസീവബിൾസിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേബിൾസിൽ നിന്ന് വീണ്ടും ഔട്ട്ഫ്ലോ വന്നപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇവിടെ നെഗറ്റീവ് ആയിട്ട് തന്നെ നിന്നു. ഇനി നമുക്ക് റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സിമെന്റ് ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് GDP ഗ്രോത്ത്, അതിൽ സിമെന്റ് കൺസംഷൻ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ വളരെ സൈക്ലിക്കലാണ്. ഇപ്പം എക്കോണമിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അത് ഡിമാൻഡ്, അതിൽ പ്രൈസിങ് രണ്ടിനെയും ബാധിക്കാം. അപ്പൊ ഇത് പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ വരുമാനത്തിനെയൊക്കെ പ്രഷറിലാക്കാം. ഇനി നമ്മൾ കമ്പനിയുടെ ഇൻപുട്ട് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വോളറ്റൈൽ ആണ്. കോൾ, പെറ്റ് കോക്ക്, അതുപോലെ റോ മെറ്റീരിയൽ പ്രൈസ് എല്ലാം മാറ്റം വന്നാൽ 2022-23 ഫൈനാൻഷ്യലിൽ ഫ്യൂൽ ഡിമാൻഡ് കൂടിയപ്പോൾ അതിൽ യുദ്ധമൊക്കെ വന്നപ്പോൾ മാർജിൻ അത് പ്രഷറിലാക്കിയായിരുന്നു. 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് കമ്പനി ലോസിലേക്ക് പോയായിരുന്നു. കാരണം ഇലക്ഷൻ, കാലവർഷം നീണ്ടുപോയത്, ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റി സ്ലോ ഡൗൺ ആയതുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ്, സിമെന്റ് ഡിമാൻഡ് അതിൽ പ്രൈസിംഗിൽ പ്രഷറിലാക്കിയായിരുന്നു. അപ്പോൾ ബ്ലെൻഡഡ് റിയലൈസേഷൻ കുറഞ്ഞതുകൊണ്ട്, അതായത് കമ്പനി ഇപ്പോൾ പല പ്രൊഡക്ട്സ് പല മാർക്കറ്റിൽ പല പ്രൈസിൽ വിൽക്കുമ്പോൾ കമ്പനിക്ക് ആവറേജ് ആയിട്ട് ലഭിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ആണിത്. അപ്പൊ ഇത് കുറഞ്ഞതുകൊണ്ട് ഇന്ത്യ സിമെന്റ്സിനെ അത് ബാധിച്ചിട്ടുണ്ട് അവർക്ക്. അപ്പം ഇത് മാർജിനെയും അതുപോലെ ക്യാഷ് ജനറേഷനെയും നെഗറ്റീവ് ആയിട്ട് ഇവിടെ ബാധിച്ചിട്ടുണ്ട്. Q1 FY26 നെഗറ്റീവ് EBIT, കമ്പനിക്ക് നെഗറ്റീവ് ROCക്ക് കാരണമായിട്ടുണ്ട്. അതേസമയത്ത് ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് പോസിറ്റീവ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇത് തുടർന്നാൽ ക്യാഷ് ഫ്ലോയിന് വീണ്ടും ഇവിടെ പ്രഷറിലാവും. ഇപ്പം നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സ്പേസിൽ സെന്റിമെന്റ്സ് വീക്ക് ആണെങ്കിലും ചില സെലക്ടീവ് സ്റ്റോക്സ് ടെക്നിക്കൽ ചാർട്ടിൽ മൊമെന്റും കാണിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ ബ്രേക്ക്ഔട്ടിനൊപ്പം ഫണ്ടമെന്റൽസും ബാലൻസ് ഷീറ്റ്, അതിൽ റിസ്ക് നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് സ്റ്റോക്കാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയത്, അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.